PYQs ആയിരുന്നു ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ PYQs ഒക്കെ അറ്റൻഡ് ചെയ്ത് ഏകദേശം ഒരു 2 months ആണ് ഞാൻ കറക്റ്റായിട്ട് ഒരു സ്ട്രാറ്റജിക്കലായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു 2 months എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എയ്ഫർ ഏറ്റവും വലിയൊരു ഭാഗമായിട്ടുണ്ടെന്ന് എന്നെ പറയാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ എയ്ഫറിൻ്റെ ആ ഒരു ആപ്പും അല്ലെങ്കിൽ എയ്ഫർ പ്രൊവൈഡ് ചെയ്യുന്ന മോട്ടിവേഷനും അനീസ് സാറിൻ്റെ ഒരു 5 AM GRF ക്ലബ് ആണെങ്കിലും എല്ലാമാണ് എന്നെ കൂടുതലായിട്ടും എനിക്കത് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് എന്താ പറയുക റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് എയ്ഫറിന് പൊതുവേ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ എയ്ഫറിൽ ജോയിൻ ചെയ്തു. ഹലോ, എൻ്റെ പേര് നാഫിയ അഷ്റഫ് ആണ്. ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്തതാണ് എക്കണോമിക്സിൽ. ഈ ജൂൺ സൈക്കിളിലായിരുന്നു ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ MA എക്കണോമിക്സ് PG MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞ 1 year ആയിട്ട് ഗ്രാജുവേറ്റ് ആയതാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നിന്നാണ് എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. എൻ്റെ 4th attempt ആണ് ബേസിക്കലി. അപ്പം ഈ 3 കഴിഞ്ഞ അറ്റംപ്റ്റിലും ഞാൻ ചെറിയ മാർക്സ്, അതായത് 10-20 മാർക്സിനാണ് എനിക്കിത് മിസ്സായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വാശിയോടായിരുന്നു ഞാൻ 4th attempt ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ ഞാൻ ഫെബ്രുവരി ഒക്കെ ആയ സമയത്താണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് എയ്ഫറിൽ. എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് കുറച്ച് ലെസൺസും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞു പോയിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കോപ്പപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് PYQs ആയിരുന്നു ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ PYQs ഒക്കെ അറ്റൻഡ് ചെയ്ത് ഏകദേശം ഒരു 2 months ആണ് ഞാൻ കറക്റ്റായിട്ട് ഒരു സ്ട്രാറ്റജിക്കലായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു 2 months എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതിൽ എയ്ഫർ ഏറ്റവും വലിയൊരു ഭാഗമായിട്ടുണ്ടെന്ന് എന്നെ പറയാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ എയ്ഫറിൻ്റെ ആ ഒരു ആപ്പും അല്ലെങ്കിൽ എയ്ഫർ പ്രൊവൈഡ് ചെയ്യുന്ന മോട്ടിവേഷനും അനീസ് സാറിൻ്റെ ഒരു 5 AM GRF ക്ലബ് ആണെങ്കിലും എല്ലാമാണ് എന്നെ കൂടുതലായിട്ടും എനിക്കത് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സെൽഫ് സ്റ്റഡി വെച്ചിട്ടായിരുന്നു കഴിഞ്ഞ 3 attempts ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിലെനിക്ക് എന്തോ മിസ്സിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്. അപ്പം ഒരു കോച്ചിങ്ങിലൂടെ എനിക്കത് എന്താക്കി എടുക്കണം, കോപ്പി ചെയ്തെടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനൊരു ഇങ്ങനെ നോക്കിയത്. ഒരു പ്ലാറ്റ്ഫോം ഏതാണ് നല്ല പ്ലാറ്റ്ഫോമിന് വേണ്ടി നോക്കി. അപ്പം ഒരുപാട് എന്താ പറയുക റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് എയ്ഫറിന് പൊതുവേ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ എയ്ഫറിൽ ജോയിൻ ചെയ്തു. എന്നാലും നമുക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എങ്ങനെയാണത് നമ്മുടെ ഒരു ഭാഗമാവാൻ പറ്റുമോ, നമുക്ക് അതിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയോ ഞാനത് ഇപ്പം എയ്ഫറിന്റെ കൂടെ ഇപ്പം നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ, നമ്മുടെ സെയിം സബ്ജക്റ്റുള്ള ഫ്രണ്ട്സ് വഴിയാണെങ്കിലും ഇപ്പം മെന്റേഴ്സിന്റെ എല്ലാം സപ്പോർട്ടോടെ തന്നെയാണ് എനിക്കിത് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. പിന്നെ ഇപ്പം നമ്മുടെ പേരൻസിന്റെ സപ്പോർട്ട് ആണെങ്കിലും നല്ല രീതിക്ക് ഇപ്പം നമ്മൾ ഈ ഒരു 2 months എന്ന് പറയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തിരിക്കണം. ഞാൻ ഇപ്പം വേറെ ജോലിയും കാര്യങ്ങളെല്ലാം റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ജേർണിയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ പേരൻസ് നല്ല രീതിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്ന സമയത്തും ഞാൻ കൂടുതലായിട്ടും അവരുടെ അടുത്തായിരിക്കും പ്രഷർ വെക്കുന്നത്. നമുക്ക് മെന്റലി നമ്മൾ വീക്ക് ആവുന്ന ടൈമിൽ നമ്മൾ ഈ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് തീർക്കുന്നത് നമ്മുടെ പേരൻസിന്റെ ഫ്രണ്ട്സിന്റെ അടുത്തായിരിക്കും. അപ്പൊ അവരൊക്കെ എന്നെ എത്രത്തോളം ആ ഒരു മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തതുകൊണ്ടാണ് എനിക്കത് പിന്നെയും മുന്നോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ ഡ്രോപ്പ് ചെയ്യാൻ നിന്ന് ആ ഒരു സ്റ്റേജ് വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ആ ഒരു സ്റ്റേജിൽ നിന്ന് എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരുടെയും സപ്പോർട്ടും പ്രത്യേകിച്ച് എയ്ഫറിനാണെങ്കിലും അനീസ് സാറിന്റെ മോട്ടിവേഷൻ ആയിട്ടുള്ള ടോക്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ജേർണിയിൽ കംപ്ലീറ്റ് ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സോ താങ്ക് യു എവരി വൺ, താങ്ക് യു എയ്ഫർ. ഇനിയിപ്പം എയ്ഫറിലാണെങ്കിലും അല്ലാണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും നെറ്റിലേക്ക് പ്രിപ്പറേഷൻ വേണ്ടി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ മെയിനായിട്ട് നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് കഴിവുണ്ട്, പഠിക്കാൻ കഴിവില്ല, അങ്ങനത്തെ അല്ല നമുക്ക് ഇതിൽ മെയിനായിട്ട് നോക്കുന്നത്. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ഇടുന്നില്ല, എഫേർട്ട് ഇടുന്നുണ്ട് ഉള്ളതിനനുസരിച്ചാണ് നമുക്കത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. മെയിനായിട്ടും PYQs പ്രാക്ടീസ് ചെയ്യുക. ഏതാണോ നിങ്ങളുടെ സബ്ജക്ട്, ആ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എന്താണോ മെയിനായിട്ട്, ഇപ്പൊ എക്കണോമിക്സ് ആണ് എന്റെ സബ്ജക്ട്, ഞാൻ കറണ്ട് ആയിട്ടുള്ള അഫയേഴ്സ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ ഉള്ളത് നോക്കിയിട്ട് വേണം നമ്മളൊരു സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് വെച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുമെന്ന് നമ്മൾ ഒരു കോൺഫിഡൻസ്, അതായത് സെൽഫ് കോൺഫിഡൻസ് വേണം. നമുക്ക് പറ്റും, അതായത് ആരെന്ത് പറഞ്ഞാലും നമുക്കിത് നേടിയെടുത്തിട്ടേ ബാക്കിയുള്ളൂ എന്നുള്ള രീതിക്ക് നമുക്കത് അച്ചീവ് ചെയ്യാൻ നോക്കുക. അപ്പൊ നമ്മുടെ ഒരു ലൈഫിലൊരു മേജർ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് നമുക്കിത് കൺസിഡർ, കരിയറിലേക്ക് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഹാർഡ് വർക്കും എഫേർട്ടും ഇട്ടിട്ട് പഠിക്കുകയാണെങ്കിൽ ആർക്കായാലും നമുക്ക് നെറ്റ് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. താങ്ക് യു.